അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു നൈറ്റ് ടൈം സ്കിൻ കെയർ ചെയ്താലോ? യാ, യു ഹേർഡ് മീ റൈറ്റ്. നമ്മൾ ഒരുമിച്ച് നൈറ്റ് ടൈം സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ വിഷമിക്കണ്ട, ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ ഉപയോഗിക്കണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങൾ തന്നെ ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് ഒരുമിച്ച് ചെയ്താലോ? അപ്പോൾ മുടിയൊക്കെ സത്യം പറഞ്ഞാൽ ബാക്കിലോട്ടൊക്കെ പിടിച്ച് കെട്ടണം. പക്ഷേ എനിക്കിഷ്ടമുള്ള മൈൻഡ് ഇതിൻ്റെ കിച്ചണാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു ഹെയർ ബാൻഡ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഫ്യൂ വീക്ക് ബാക്ക്, 1 വീക്ക് ബാക്ക് അത് ഒടിഞ്ഞു പോയി. അപ്പം ഐ ലെഫ്റ്റ് വിത്ത് നോ ഹെയർ ബാൻഡ്സ് റൈറ്റ് നൗ. സോ ഞാൻ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാം. പക്ഷേ ക്ലിപ്പ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് മുടി ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഞാൻ ഇഷ്ടം. ബട്ട് ഹൈജീൻ ഫസ്റ്റ്, അതുകൊണ്ട് നമുക്ക് ക്ലിപ്പ് ചെയ്യാം. സോ ഇച്ചിരി ഭംഗി ഇരിക്കട്ടെ. നല്ലൊരു ക്ലിപ്പാണ് നോക്കി എടുത്തിരിക്കുന്നത്. ഒരു തായ് വൈബ്, ഒരു ബീച്ച് വൈബ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ ഡിഫറെൻറ്റ് പീപ്പിളിന് ഡിഫറെൻറ്റ് റൂട്ടീനാണ്, അല്ലെ, ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ്. എൻ്റെ സ്റ്റെപ്സ് വളരെ സിമ്പിളാണ്, ബട്ട് പവർഫുൾ ആണോ എനിക്കറിയില്ല, ബട്ട് ഇറ്റ് വർക്ക്സ് ഫോർ മീ. ബട്ട് പലർക്കും പലതായിരിക്കും. എൻ്റെ സ്കിൻ ടൈപ്പ് ഒരു ഓയിലി, ആക്നെ പ്രോൺ, സെൻസിറ്റീവ് ഒക്കെ സ്കിന്നാണ്. ബിക്കോസ് നോക്കി കാണാൻ എനിക്ക് ആക്നെ വന്നു പോയതിൻ്റെ ഡാർക്ക് സ്പോട്ട്സും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ട്. ആൻഡ് മൈ സ്കിൻ ഇസ് ഓയിലി. ചില പ്രൊഡക്ട്സിനോട് സെൻസിറ്റിവിറ്റി തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരിക്കലും ഡ്രൈ സ്കിന്നുകാർ എൻ്റെ സ്കിന്നിനെ അംഗീകരിക്കരുത്. കാരണം പക്ഷേ സെയിം പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കാം, പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും അഡീഷണൽ വേണമായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഓരോ സ്കിന്നിനും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ എനിക്ക് കുരു വരുന്നതുകൊണ്ട് കുരുവിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എക്സ്ട്രാ എന്നേ എനിക്ക് പറയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റാനായിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യുക. അതുപോലെ എന്താ പറയുക, ഡള്ളായിട്ടിരിക്കുന്ന സ്കിൻ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ ഒരുമിച്ച് ചെയ്താലോ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ പറയുന്ന പോലെ മുഖമൊക്കെ നന്നായി ക്ലെൻസ് ചെയ്ത് ക്ലിയർ ആക്കി വെക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ബിക്കോസ് എനിക്ക് പെയിൻഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസൊക്കെ കഴുകുക. അപ്പം ഇച്ചിരി പോലും ഡേർട്ടോ കാര്യങ്ങളോ ഒക്കെ നമ്മുടെ സ്കിന്നിലുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ ക്ലോഗ് ചെയ്യാൻ സാധ്യതയാണ്, കുരു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മേക്ക് ഷുവർ നന്നായിട്ട് ഒരു 1 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് ഫേസ് റിൻസ് ചെയ്ത് കളഞ്ഞ് നല്ല ടവലിൽ വൈപ്പ് ചെയ്ത് എടുക്കുക. ഞാൻ മിക്കവാറും വൈപ്പൊന്നും ചെയ്യാറില്ല, ഞാനത് എയർ ഡ്രൈ ചെയ്ത് വിടാറേ ഉള്ളൂ. അപ്പോൾ വാട്ട് എവർ വർക്ക്സ് ഫോർ യു ഇസ് ഫൈൻ. ടവൽ ഡ്രൈയോ എയർ ഡ്രൈയോ അല്ലെങ്കിൽ ഫാൻ യൂസ് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. ബട്ട് മേക്ക് ഷുവർ യുവർ സ്കിൻ ഈസ് ക്ലീൻ, നൈസ്ലി ക്ലെൻസ്ഡ്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഒരുമിച്ച് ചെയ്താലോ? അപ്പോൾ പോകുന്നോട്ടെ. അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി നന്ന കുട്ടപ്പിയായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ മുഖമൊക്കെ കഴുകിയിട്ട് വന്നാൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് തന്നെ പോകാം. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു എസൻസ് ആണ്. ഈ എസൻസ് എന്ന് പറയുന്നത് കോസാറെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു എസൻസ് ആണ്. അപ്പോൾ ഇത് അഡ്വാൻസ് നീൽ 96 മ്യൂസിയം പവർ എസൻസ് എന്ന് പറയുന്ന ഒരു എസൻസ് ആണ്. അപ്പോൾ ഇതെനിക്ക് നന്നായി ഇഷ്ടമുള്ളതാണ്. എൻ്റെ സ്കിന്നിന് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എസൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ നമ്മുടെ സ്കിന്നിന് നന്ന ഗ്ലോ ആയിട്ട് ഹെൽത്തി ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് സ്നെയിൽ മ്യൂസിയത്തിൻ്റെ ടെക്സ്ചറൊക്കെ ഇഷ്ടമല്ലാത്തവരൊക്കെ ആണെങ്കിൽ എനിക്കൊന്നും പറയില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാതെ ഒന്നുമില്ല. ഞാൻ അതിനെപ്പറ്റി വലിയ ചിന്തിക്കാറില്ല. ഇത് സ്നെയിലിൻ്റെ സാധനമാണെന്ന് ഞാൻ ചിന്തിക്കാറില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ഇതൊന്നും ഒരു സൗണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള വേറെ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, നമ്മൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതൊന്നും യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ടോണറോ എസൻസോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഞാൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊരു ടോണറായിട്ടോ എസൻസ് ആയിട്ടോ എന്താണോ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇത് യൂസ് ചെയ്യാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. ഇത് നല്ലൊരു കൺസിസ്റ്റൻസി ആണ്. ഇതുപോലെ ഇത് 2 ഡ്രോപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ദ ഫൺ പാർട്ട്, അല്ലേ? ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. പക്ഷേ അത് അങ്ങനെ ഡെയിലി ആ ഒരു രീതിയിലൊന്നും ചെയ്യാറില്ല കേട്ടോ. ജസ്റ്റ് മൊത്തമായിട്ടാണ് നമ്മൾ ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ അത് ഇവിടെ വെക്കുമ്പോൾ ഞാൻ അത്ര കിടാത്തോണ്ടായിരിക്കും മുടി ഭയങ്കര ഇവിടെ എനിക്ക് നല്ല ഒരു സെയിം ലെവലല്ലാത്തതുകൊണ്ട് കുഞ്ഞിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് ഇട്ടുമ്പോൾ തന്നെ മുഖത്തൊരു ചെറിയൊരു ഗ്ലോ പോലെയൊക്കെ വരും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ബാക്കി വരുന്നത് നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. കയ്യിൽ വേണേ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓൾറൈറ്റ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ക്രീം അപ്ലൈ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ടോണറായിട്ട് എസൻസ് ഒക്കെ ആയിട്ട് എൻ്റെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു സാധനം. ഡെയിലി 2 ടൈംസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നല്ലൊരു സാധനമാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യണം. ചിലർക്ക് അവർ 3rd, 4th ബോട്ടിൽ ഒക്കെ ആണെന്നൊക്കെ ഞാൻ അങ്ങനെ കേൾക്കാറുണ്ട്. ഞാൻ അത്രയൊന്നും ആയില്ല. ഫസ്റ്റ് സെക്കൻഡ് ബോട്ടിലാണ്. അപ്പോൾ പക്ഷേ ഞാൻ കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു. ഫസ്റ്റ് ബോട്ടിൽ തീർന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 ഇയർ ബാക്കോ അങ്ങനെ തോന്നുന്നു. ഞാൻ 1 ഇയർ ശേഷമാണ് ഇത് വീണ്ടും ഞാൻ ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്ര ഒരു ഗ്യാപ്പ് ഉണ്ട് എനിക്ക്. സോ പക്ഷേ ഇത് കുറച്ച് നാളായി ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത്ര ആയിട്ടുണ്ട്, പകുതി ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ ഒരു ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മുടിയൊക്കെ ഷിറ്റോ. ദിസ് ഇസ് ബെറ്റർ ഐ തിങ്ക്. കാരണം ഞാൻ എൻ്റെ ഫോണിൻ്റെ അലൈൻമെൻറ്റ് ഇച്ചിരി മാറ്റി. ബിക്കോസ് അവിടെ ആയിരുന്നപ്പോൾ എനിക്ക് കുറച്ച് കുഞ്ഞിൻ്റെ ആവശ്യമാണ്. എനിക്ക് കുറച്ച് സ്ട്രൈറ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി അലൈൻമെൻറ്റ്സ് കുറച്ചും കൂടി ശ്രദ്ധിക്കാം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നീങ്ങാൻ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു ക്രീമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ക്രീമും ആ ഒരു സെയിം ബ്രാൻഡിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു സ്നെയിലിൻ്റെ 92 all-in-one ക്രീം ഫ്രം കോസാറെക്സ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. മറ്റേ ഈ പറഞ്ഞതെന്ന് പറയുന്നത് ഇതൊരു വളരെ ഹോളി ഗ്രീനാണ് കേട്ടോ. ഇത് രണ്ടും അവരുടെ റേഞ്ചിൽ വരുന്നതാണ് ഈ ഒരു സെറവും ക്രീമും. അപ്പോൾ എനിക്കിഷ്ടം
സെറോ ആണ്, ആസ്റ്റർ സെറോ ലെസൻസ് ആണ് കേട്ടോ കുറച്ചുകൂടി ഇഷ്ടം. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടം, പക്ഷേ ചിലർക്ക് ഇതാണോ ഇഷ്ടം, എനിക്കറിയില്ല. പിന്നെ ഇത് ടബിലും വരുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ട്യൂബിലും വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ട്യൂബ് ആയിരിക്കും നല്ലത്. പിന്നെ ടബ് അവർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്യാലോ എന്ന് വെച്ചിട്ടാണ് ടബ് എടുത്തത് കേട്ടോ. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ട്യൂബ് വാങ്ങിക്കുക, ദാറ്റ്സ് മച്ച് ഗുഡ്, ഐ തിങ്ക് സോ. ഇനി നമുക്കിത് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. സി കുരുവാണ് ഇവിടുത്തെ ജസ്റ്റ് 1 2 3. നേരത്തെ ഒരുപാടുണ്ടായിരുന്നു, കുറേ മാറിയതാണ് കേട്ടോ. പക്ഷെ എന്നാലും ഇനി പുതിയതൊക്കെ വരുമ്പോൾ എനിക്ക് സങ്കടമാണ്. ബിക്കോസ് എൻ്റെ ബാക്ക് ടു അതിനോട്ട് പോകുമെന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. സോ ബാക്കി കഴുത്തിൽ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ക്രീമും നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാലോ. ഹായ് ഗൈസ്, എൻ്റെ മുടി ഒരു രക്ഷയില്ലാതെ ഡിസ്റ്റർബ് ചെയ്തിരിക്കുന്നു. ഫൈനലി ഐ ഹാഡ് ടു ഡു ദിസ് കസ് ഐ നീഡ് റിലാക്സ്. അപ്പം ഇങ്ങോട്ട് ചെയ്യുമ്പോൾ മുടി ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് ചെയ്യുമ്പോൾ മുടി ഇങ്ങോട്ട് വരും. സൗന്ദര്യം അതിട്ടിട്ടൊരു ലുക്ക് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഡസൻറ്റ് വർക്ക് ലൈക്ക് ദാറ്റ്. സംടൈംസ് യു നോ യു നീഡ് ടു സാക്രിഫൈസ് സംതിങ് ഫോർ സംതിങ്. സോ നല്ലപോലെ സ്കിൻ കെയർ ചെയ്യാൻ മുടിയുടെ സൗന്ദര്യം കുറച്ചായിരുന്നു ഇങ്ങനെ കെട്ടി വെക്കേണ്ടി വരുന്നു. അയച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റി ഇറിറ്റേഷൻ ആവും. സാക്രിഫൈസ്, യെസ്, ദാറ്റ്സ് ലൈഫ്. സോ നെക്സ്റ്റ് what I like the most എന്ന് പറയും ലിപ് ബാം. ഇത് ഇറ്റ്സ് ഇവിടുത്തെ ബ്രാൻഡാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ബ്രാൻഡാണോ? യാ, ഗ്രേറ്റ് ബ്രിട്ടനിലെ ഒരു ബ്രാൻഡാണ് പൗ. എനിക്കിഷ്ടമായി, നല്ല ബ്രാൻഡാണ് കേട്ടോ. ഇവരുടെ 2 കളർ എൻ്റെ ഉണ്ട്, പക്ഷേ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. മറ്റേനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ തീർന്നു എനിക്ക് പുതിയത്. ഞാൻ നല്ലോട്ടോ, ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. എന്നെ ആരും അനുകരിക്കില്ലേ, എനിക്ക് കുറച്ചും കൂടെ മതിമായ രീതിയിൽ അപ്ലൈ ചെയ്യാം. കൊള്ളാവോ? നല്ലതാണ് കേട്ടോ, നല്ല. പക്ഷേ ഇത് ലോങ് സ്റ്റേയിങ് ഒന്നുമല്ല. എന്തെങ്കിലും വെള്ളം കുടിച്ചാൽ തന്നെ ട്രാൻസ്ഫർ ആയിട്ട് വീണ്ടും അപ്ലൈ ചെയ്ത് വരും. ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല, പക്ഷേ മോയ്സ്ചറൈസിംഗ് ആണ്. അതേ ഉള്ളൂ. ടിൻ്റ് ഉണ്ട്, അപ്പം നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആ ടിൻ്റോടെ തന്നെ പോകാൻ പറ്റും. നല്ല മോയ്സ്ചറൈസിംഗ് ആണ്, പക്ഷേ ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല. ഒരു ലോങ് ലാസ്റ്റിംഗ് ആണല്ലോ ലിപ് ബാമിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല. ഒന്ന് മോയ്സ്ചറൈസിംഗ്, ലോങ് ലാസ്റ്റിംഗ്. അതിൽ മോയ്സ്ചറൈസിംഗിന് ഞാനൊരു 7 on 10 കൊടുക്കാം, ബട്ട് ലോങ് ലാസ്റ്റിംഗിന് ഞാനൊരു 3 കൊടുക്കുന്നുള്ളൂ. 6 ആണ് ലോങ് ലാസ്റ്റിംഗ്. സോ ഇതാണ് എൻ്റെ 3rd സ്റ്റെപ്പ്. കുറഞ്ഞാൻ തോന്നുന്നു. പിന്നെ ഇപ്പോൾ നമുക്ക് ഇനി രാത്രി ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ലിപ്സ്റ്റിക് എഴുതുക, ഇവിടെ എഴുതുക, അങ്ങനെ സംഭവമൊന്നുമില്ല. കാരണം അതിന് ആവശ്യമില്ല, നമുക്ക് കിടക്കാൻ പോവാണ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയാലോ. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സീലിംഗ് കൊടുക്കണം. കാരണം മറ്റേ യൂസ് ചെയ്തൊരു ജെല്ല് പോലത്തെ സാധനമാണ്. അപ്പോൾ എനിക്ക് രാത്രി കിടക്കുമ്പോൾ അത്ര പോരാ, ഇനി വേണം എന്നൊരു പോരാ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് കുറച്ചുകൂടി തിക്കായിട്ടുള്ള ക്രീം. അത് യൂസ് ചെയ്യുന്നത് ഒരു ലോറിയൽ ആണ് കേട്ടോ. ഇത് ഞാൻ വല്ലപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. സത്യം വല്ലപ്പോഴും യൂസ് ചെയ്യാം. സോ ഇത് വല്ലപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും ഫ്രാഗ്രൻസ് ഉണ്ട്. എനിക്ക് ഫ്രാഗ്രൻസ് അധികം ഇഷ്ടമല്ല. ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഇത് നല്ല തിക്കുമാണ് കേട്ടോ. ചില സമയത്ത് എനിക്ക് അത്ര തിക്ക് വേണ്ട, എനിക്ക് തോന്നുന്നത് ഇത്രയും തിക്കാണ് സാധനം. ഇത് ഞാൻ ചിലപ്പോൾ കാണിച്ചതേ ഉള്ളൂ. ചില സമയത്ത് ഞാൻ ജസ്റ്റ് മറ്റേ കഴിഞ്ഞ സ്റ്റെപ്പ് വരെ നിർത്തിയിട്ടാണ് പോകുന്നത്, ലിപ് ബാം ഇട്ടിട്ട് പോകും. ചില ദിവസങ്ങളിൽ ഇവിടെ ഒത്തിരി തണുപ്പ് വരുമ്പോഴൊക്കെയാണ് കേട്ടോ ഞാൻ ഈ ഒരു സാധനം കൂടെ എക്സ്ട്രാ ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ എടുത്തില്ല, പക്ഷേ ഇത് നല്ല തിക്കാണ്. അത്രേ ഉള്ളൂ എൻ്റെ ഒരു ഡെയിലി ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യമാണ് കേട്ടോ, ഇത്രയും ഞാൻ ചെയ്യാറുള്ളൂ. സ്കിൻ നന്നായിട്ട് കഴുകി ഒരു എസൻസ് ഇടുക, ഒരു ക്രീം ഇടുക. ചിലപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യും. നമുക്ക് ഒത്തിരി എന്തെങ്കിലും പരപരാന്നിരിക്കുവാണെങ്കിൽ, ഇവിടെ നല്ല തണുപ്പല്ലേ, ഒത്തിരി പരപരാന്നിരിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്കിൻ മാറ്റ് ഗ്ലോയി മാറിയിട്ട് മാറ്റാം. All right, we came to the end of the video. അപ്പോൾ എൻ്റെ നൈറ്റ് ആൻഡ് സ്കിൻ കെയർ റൂട്ടീൻ ഒന്നുകൂടെ പറയാണ്. ക്ലെൻസ്, ടോൺ, മോയ്സ്ചറൈസ്, CTM. That's it. CTM റൂട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുക. CTM റൂട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുക. എൻ്റെ പ്രൊഡക്ട്സ് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും പ്രൊഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ്, നിങ്ങൾ എൻ്റെ കൂടെ ഇന്ന് സ്കിൻ കെയർ ചെയ്തതിൽ ഐ എം so grateful for you guys. And let's meet again in yet another video. Sorry, ഞാനൊരു ഇൻട്രോവേർട്ട് ആണ്, ബട്ട് ഐ എം എക്സ്ട്രോവേർട്ട് ആസ് വെൽ. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഒരു 0.00001% പോലും. ബിക്കോസ് ഞാൻ തന്നെ വീഡിയോ കാണുമ്പോൾ എനിക്ക് എന്ത് പ്രശ്നമാണ് കാണിക്കുന്നത് എന്ന് തോന്നിപ്പോയല്ലോ. പക്ഷേ എന്നാലും എനിക്ക് ധൈര്യം സംബന്ധിച്ച് ഈ വീഡിയോ കാണുവാണെങ്കിൽ ദേവിയെ തന്നെ ജഡ്ജ് ചെയ്യരുത്. ഇതൊക്കെയല്ലോ എൻ്റെ ചാനൽ. ഓക്കെ ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ലാസ്റ്റ് തിങ്, സ്കിൻ ചെക്ക്. All right, let's go to sleep. Bye guys.